ഹായ് എവരി വൺ. ഞാൻ ബിജു കൃഷ്ണൻ, FCA രജിസ്റ്റേർഡ് മോർഗേജ് അഡ്വൈസർ. നമ്മുടെ റേച്ചൽ റീസിന്റെ ഓട്ടം ബഡ്ജറ്റിലെ ശമ്പളക്കാരെ പൊതുവെ വെറുതെ വിട്ടിട്ടുണ്ട് എങ്കിലും നിക്ഷേപകർക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കുറച്ചധികം ഹാർഡ്ഷിപ്പ് നൽകുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിസിനസ്സുകാർക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും നിക്ഷേപകരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചധികം ശ്രദ്ധിക്കാനുണ്ട് എന്നാണ് എൻ്റെ ഒരൊറ്റ വാക്കിൽ എനിക്ക് ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ബഡ്ജറ്റിൽ ഏറ്റവും ചർച്ച ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട എല്ലാ കാര്യം ISA ലിമിറ്റ് കുറച്ചു, 20,000 നിന്ന് 12,000 കുറച്ചു എന്നതിനെ കുറിച്ചാണ്. അതിന്റെ മുകളിൽ തന്നെ ആൾക്കാർ കൂടുതൽ വ്യാകുലപ്പെട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ക്യാഷ് ISA മാത്രമാണ് 20,000 നിന്ന് 12,000 കുറച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ആൻഡ് ഷെയർ ISA നമ്മൾക്ക് മുമ്പുള്ളതുപോലെ തന്നെ 20,000 പൗണ്ട് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അതിലേക്കൂടെ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിലോ സ്റ്റോക്കിലോ നമ്മൾ പൈസ കൂടുതൽ ഇത് ചെയ്യുന്നതിലേക്കൂടെ മാർക്കറ്റിലേക്ക് കൂടുതൽ പൈസ പമ്പ് ചെയ്യപ്പെടും, അത് എക്കണോമിക്കൽ ഗ്രോത്തിന് ഗുണകരമാവും എന്ന് പറയുന്ന ചിന്തയിലാണ് ഗവൺമെന്റ് അത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ISA പൈസ ഇടുന്നതിനെ കുറിച്ച് മാത്രമേ നമ്മൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുള്ളൂ. അതുപോലെ ഉയർന്ന ശമ്പളമുള്ള ആൾക്കാരൊക്കെ അവരെ ടാക്സ് കുറയ്ക്കേണ്ട ഭാഗമായിട്ട് സാലറി സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. പക്ഷേ 2029 മുതൽ 2,000 പൗണ്ട് മാത്രമേ നമ്മൾക്ക് സാലറി സാക്രിഫൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 2,000 പൗണ്ടിന് മുകളിൽ നമ്മൾ സാലറി സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ NI കൊടുക്കേണ്ടി വരും, അത് എംപ്ലോയറും കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ എംപ്ലോയർക്കും ഒരു പുതിയൊരു ലയബിലിറ്റി ആയിട്ട് മാറുന്ന ഒരു പുതിയ തീരുമാനം വന്നിട്ടുണ്ട്. അത് 2029 മുതലാണ് വരുന്നത് എന്നുകൊണ്ട് തൽക്കാലം നമ്മൾക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുശേഷം നമ്മൾക്ക് മാക്സിമം സാലറി സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്നത് 2,000 പൗണ്ട് മാത്രമായിരിക്കും. ഇത് കൂടുതൽ ഉയർന്ന ജോലിക്കാരും ശമ്പളം കിട്ടുന്ന ആൾക്കാരാണ് ചെയ്യുന്നത്. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണിത്. മറ്റു പ്രധാനപ്പെട്ട ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത് നമ്മുടെ പെൻഷൻ ഫണ്ടുകൾ ഇൻഹെറിറ്റഡ് ടാക്സ് ലിമിറ്റിലേക്ക് ഉൾപ്പെടുത്തി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു ചേഞ്ചസ്. പ്രത്യേകിച്ച് നമ്മുടെ UK വന്ന് കുറെ കാലം മുമ്പേ വന്ന ആൾക്കാരൊക്കെ അവർ പെൻഷൻ ഫണ്ടിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് അത് അനന്തരാവകാശികൾക്ക് വേണ്ടിയിട്ട് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെ ടാക്സ് ഫ്രീ ആയിട്ട് ഇൻഹെറിറ്റഡ് ടാക്സ് ഒന്നും കൊടുക്കാതെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുമായിരുന്നു. അതിന് പുതിയ നിയമപ്രകാരം ഇൻഹെറിറ്റഡ് ടാക്സ് ലയബിലിറ്റിന്റെ അത് ഉൾപ്പെടുത്തിയത് കാരണം ഇനി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ 2027 ഏപ്രിലിന് ശേഷം ഈ വരുന്ന നിരുപാരപ്രകാരം കൂടുതൽ പൈസ നമ്മൾ അതിലേക്ക് പെൻഷൻ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഇൻഹെറിറ്റഡ് ടാക്സ് ലയബിലിറ്റിയിൽ പെടുത്തുന്നു എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ചിന്തിക്കും. ഇനി അത്തരത്തിൽ കുറെ ഫണ്ടൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർ നല്ലൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറെ കണ്ട് ഇത്തരത്തിൽ ഇനി എങ്ങനെയാണ് ഇൻഹെറിറ്റഡ് ടാക്സിന്റെ ലിമിറ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നതൊക്കെ ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മലയാളികൾ സാധാരണ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന നിക്ഷേപം എന്ന നിലയ്ക്ക് ആൾക്കാർ ചെയ്യുന്നത് മുഴുവൻ ബൈറ്റ്ലെറ്റ് പ്രോപ്പർട്ടികൾ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു വലിയൊരു സംഭവം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റെന്റിൽ നിന്ന് കിട്ടുന്ന നമ്മളെ ഇൻകത്തിന് മുമ്പ് നമ്മളതൊരു ഇൻകമായിട്ട് കൂട്ടി ആ ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അത് 2% ആ ഇൻകത്തിന് മുകളിൽ കൂടി ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമായിട്ട് മാറുകയാണ്. അപ്പം ഇവിടെ സാധാരണ ആൾക്കാർ നമ്മുടെ സ്വന്തം പേരിലേക്ക് ബൈറ്റ്ലെറ്റ് എടുത്തിരിക്കുന്നവർക്ക് ഇത് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. കോർപ്പറേഷൻ ടാക്സ് 25% നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന നിലക്ക്, അതായത് നമ്മൾ ലിമിറ്റഡ് കമ്പനി ആക്കിയിട്ട് നമ്മളെ ബൈറ്റ്ലെറ്റ് പ്രോപ്പർട്ടി അതിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഗുണകരമായിട്ട് മാറും. അപ്പം ബൈറ്റ്ലെറ്റ് പ്രോപ്പർട്ടി എടുത്ത് സ്വന്തം പേരിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ അത് മാറ്റി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന നിലക്ക് മാറ്റി കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ഗുണകരമാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ബൈറ്റ്ലെറ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്കൂടെയുള്ള ടാക്സ് 2% കൂട്ടി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓഹരികളിലൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഡിവിഡൻഡ് ടാക്സ് 2% ഈ ബഡ്ജറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓഹരിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നെങ്കിൽ ആ ഡിവിഡൻഡിനും കൂടി 2% കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം വന്നിരിക്കുന്ന യങ് ജനറേഷനൊക്കെ കൂടുതലായിട്ട് ഈ പറയുന്ന ഷെയറിലേക്കും മറ്റും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 2% ഡിവിഡൻഡ് ടാക്സ് കൂട്ടി എന്നിരിക്കുന്നത്. അതായത് ഈ ബഡ്ജറ്റ് ശമ്പളക്കാരെ നേരിട്ട് ബാധിക്കുന്നില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിലും ഇതിനകത്ത് ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത ടാക്സ് സ്ലാബ് 2031 വരെ മരവിപ്പിച്ചത്. ഇതിനെ സാമ്പത്തിക വിദഗ്ധരെ പൊതുവെ പറയുന്നത് ഒരു അദൃശ്യ നികുതി അഥവാ സ്റ്റെൽത്ത് ടാക്സ് എന്നതിനെ പറയുമായിരുന്നു. അതായത് ഇവിടെ ഗവൺമെന്റ് ചെയ്തേക്കുന്ന വെച്ചാൽ 31 വരെ ടാക്സ് സ്ലാബ് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നമ്മൾ 20%, നമ്മുടെ 40% ടാക്സ് എന്ന് പറയുന്നത് ആ ലിമിറ്റ് നമുക്ക് വർദ്ധിപ്പിക്കുന്നില്ല.
അപ്പൊ 40% ടാക്സിന്റെ ലിമിറ്റ് ഇതുവരെ ഉണ്ടായിരുന്നത് 50,270 പൗണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നേഴ്സുമാരൊക്കെ ഓവർ ടൈം ചെയ്ത് ഒരു 49,000 പൗണ്ട് ശമ്പളം നേടുന്ന ഒരു നേഴ്സ് അടുത്ത വർഷത്തേക്ക് ഈ ടാക്സ് സ്ലാബ് മരവിപ്പിച്ചതുകൊണ്ട് അവരെ ലിമിറ്റ് കൂടി ഈ 50,270 പൗണ്ടിന് മുകളിലേക്ക് അവർ എത്തിച്ചേരുന്ന സമയത്ത് 40% ടാക്സ് അവരടക്കാൻ ബാധ്യസ്ഥരാവുകയാണ് ചെയ്യുന്നത്. അതായത് അടുത്ത 2031 വരെ ഇത് ഫ്രീസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ബഡ്ജറ്റിലേക്ക് നമ്മൾ ഓവർ ടൈം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാക്സ് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ അധികം ശ്രദ്ധിക്കുക. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു നല്ലൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടന്റിനെയോ കണ്ട് നിങ്ങൾ ഓവർ ടൈം ചെയ്ത് അത് ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഗുണകരമാവുന്നുണ്ടോ എന്നത് പ്രത്യേകിച്ച് ഒരു 45-ന് മുകളിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാർ നിങ്ങളൊരു ടാക്സ് കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറെ കണ്ട് ഒരു ഉപദേശം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സമയത്ത് കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ നമ്മൾ അഡീഷണൽ ഡെലിംഗ്, അതായത് മൾട്ടിപ്പിൾ ഡെലിംഗ്, ഒന്നിലധികം വീട് വാങ്ങിയ ആൾക്കാർക്ക് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ അത് 5%, സ്കോട്ട്ലൻഡിൽ ഏകദേശം 8%ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലാണ് ഇപ്പൊ പുതിയ റെന്റൽ ഇൻകം കൂടി കൂടുതൽ ടാക്സ് 2% കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈറ്റ് പ്രോപ്പർട്ടി കൂടുതൽ ഗുണകരമല്ല എന്ന് കണ്ടിട്ട് ആൾക്കാർ മാർക്കറ്റിലേക്ക് അത്തരത്തിലുള്ള വീടുകൾ വിൽക്കാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അത് ചെറിയ രീതിയിൽ ഗുണകരമാവുന്നത് ചെറിയ വീടുകളൊക്കെ മാർക്കറ്റിൽ വീണ്ടും വരുമെന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ബയേഴ്സിന് ഗുണകരമാവേണ്ട ഒരു പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. പ്രത്യേകിച്ച് ചെറിയ വീടുകളൊക്കെ ഉള്ളൂ. ബൈറ്റ് വീടുകൾ ഇനി കൂടുതൽ ഗുണകരമാണെന്ന് കണ്ട് ആൾക്കാർ മാർക്കറ്റിൽ വിൽക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. നമ്മളെ ഈ ബഡ്ജറ്റിൽ ചൈൽഡ് ബെനിഫിറ്റ് മുമ്പ് 2 കുട്ടികൾക്ക് മാത്രമെന്നുണ്ടായിരുന്നത് മാറ്റിയിട്ടുണ്ടെന്ന് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ 60,000 പൗണ്ട് വരെ മാത്രമേ നമ്മൾക്ക് ചൈൽഡ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 60,000 പൗണ്ടിന് മുകളിലേക്ക് നമ്മളെ വരുമാനം വരികയാണെങ്കിൽ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഗവൺമെന്റ് ഈ ടാക്സ് സ്ലാബ് ഫ്രീസ് ചെയ്തതിലേക്കൂടെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റെൽത്ത് ടാക്സ് എന്ന് പറയുന്ന സംഭവം അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട്, അതായത് ഈ ഒരു അദൃശ്യ നികുതി നമ്മുടെ മുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വരുമാനം നമ്മൾ വർദ്ധിച്ച് 60,000 പൗണ്ടിന് മുകളിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ നമ്മൾക്ക് അവിടെ ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഈ അധികം നമ്മൾ അടയ്ക്കുന്ന പൈസ ഏകദേശം 50,000 പൗണ്ട് മുകളിൽ അടയ്ക്കുന്ന പൈസകൾക്കൊക്കെ നമ്മൾ ഏകദേശം 40% മാത്രമല്ല, ഏകദേശം അതൊരു ഇൻഎഫക്റ്റ് ഒരു 60-70% ടാക്സ് അടയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 60,000-ന് മുകളിലേക്ക് ഇൻകം വരുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. കോർപ്പറേഷൻ ടാക്സ് ഒക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കൂടാതെ നമ്മളെ കൂടുതൽ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, റീറ്റെയിൽ ഇതിനകത്തൊക്കെ ഗവൺമെന്റ് പല റിബേറ്റുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മലയാളികൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ബിസിനസ്സുകൾ, ഇപ്പോൾ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ കോർണർ ഷോപ്പുകൾ, പബ്ബുകളൊക്കെ നടത്തുന്നവർക്ക് പല റിബേറ്റുകളും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ളവർക്ക് കൂടുതൽ ഗുണകരമാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ പറയുന്ന ബഡ്ജറ്റ് പ്രകാരം വന്നേക്കുന്നത്. അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഗുണകരമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പൊതുവെ ബഡ്ജറ്റിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആവറേജിന് മുകളിൽ തന്നെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ബഡ്ജറ്റിനെ കുറിച്ച്. പക്ഷെ എങ്കിലും നമ്മൾ നല്ല ഇൻകം ഉള്ളവരും അല്ലെങ്കിൽ കൂടുതൽ വരുമാനമുള്ളവർ, അത് ഈ നേരത്തെ പറഞ്ഞ ത്രഷോൾഡുകളിൽ കടക്കുന്നവരൊക്കെ വളരെയധികം കൃത്യമായിട്ടുള്ള ഒരു നല്ല പ്രൊഫഷണൽസിനെ കണ്ട് നല്ലൊരു പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നീട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ബോറോയിങ് കുറക്കാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ റേറ്റ് കുറയാനുള്ള പോസിബിലിറ്റി വളരെയധികം ഹൈ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, മോർഗേജ് ഫസ്റ്റ് ടൈം വീട് വാങ്ങുന്നവർക്ക്, മോർഗേജ് എടുക്കുന്നവർക്ക്, അത് റീമോർഗേജ് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനൊക്കെ പോകാനുള്ള ചാൻസുകളാണ് മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ എന്ത് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ബഡ്ജറ്റിലേക്കൂടെ മനസ്സിലാവുന്ന വെച്ചാൽ നമ്മുടെ ഒരു നീഡുകളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മളൊരു പ്രൊഫഷണൽസിനെ സമീപിച്ച് നിങ്ങളെ അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഗുണകരമായിരിക്കും. കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഇനി ബഡ്ജറ്റിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ടെലിഫോൺ നമ്പറിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. 07859999893 എന്നതാണ് എൻ്റെ നമ്പർ. അപ്പം താങ്ക്സ് ഫോർ ലിസണിങ് മീ. ബൈ.